പത്തരമാറ്റിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സ്വർണ്ണമൊക്കെ എടുത്തെങ്കിലും അബിക്കും ജലജയ്ക്ക് ടെൻഷനാണ്. അവൾ എങ്ങാനും നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണം ഇല്ലെന്ന് മനസ്സിലാവുമല്ലോ എന്ന് അബി പറയാണ്. അപ്പോൾ ജലജ പറയാണ് അവൾ നോക്കത്തൊന്നുമില്ല. ഇന്നിനി ഹോസ്പിറ്റലിൽ പോയി ഇന്നൊരു ദിവസം അവിടെ കിടക്കാണ്ട് വന്ന നമ്മളുടെ കാര്യം എളുപ്പമായി. നാളെ രാവിലെ തന്നെ അമ്മ കൊണ്ടുവന്നത് ലോക്കറിൽ വെക്കണേ എന്ന് അബി പറയാണ്. വെക്കാടാ, നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാണ്. ത്തേക്ക് നയനയും ജയനും അതേപോലെ തന്നെ ദേവേനയും കൂടെ വന്ന് അവർ വന്നെന്നാണ് തോന്നുന്നത് എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുകയാണ്. എന്ത് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല മോക്ക്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേ വേദനയൊക്കെ മാറി അവർ മരുന്ന് കൊടുത്തെന്ന് പറയുകയാണ്. അപ്പോൾ ജലജ പറയാണ് അത് ആദർശിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചിരുന്ന് അതുകൊണ്ടാണ് മോക്ക് ഇങ്ങനെ വന്നതെന്ന് പറയുകയാണ്. പിന്നെ ഭർത്താവ് ജയിലിൽ കിടന്ന് ആർക്കാ ടെൻഷൻ ഇല്ലാത്തതെന്ന് ജലജ പറയാണ്. അപ്പം ദേവയാനിയും നയനും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ പറയാണ് അവൻ്റെ കേസ് വെച്ച് അവൻ ഇപ്പോഴെങ്ങും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. അപ്പം അഭിയോഗിക്കുകയാണ് ഒരു 3 മാസമെങ്കിലും ജയിലിൽ കിടക്കേണ്ട വരുമോ അമ്മാവാന്ന് ചോദിക്കുകയാണ്. 3 മാസമൊന്നും അല്ല എന്ന് ജയൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്ക് ജലജയ്ക്കും അബിക്ക് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങ് കയറിപ്പോവാണ്. അപ്പോൾ അബി ജലജയെടുത്ത് പറയണം മിക്കവാറും ഏട്ടത്തി പ്രസവിച്ച് കഴിഞ്ഞാലും അവൻ മിക്കവാറും കുഞ്ഞിനെ കാണാനും വരാൻ പറ്റത്തില്ല എന്ന് അബി പറയാണ്. അപ്പോൾ ജലജ പറയാണ് അങ്ങനൊന്നും പറയാടാ, അബി ആദർശ് ജയിലിലായതിൻ്റെ വിഷമത്തിൽ അവിടെ വയറ്റിൽ കിടന്ന കുഞ്ഞങ്ങ് പോട്ടെ, അതല്ലേ നല്ലത് എന്ന് അവർ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നയനയാണെങ്കിൽ മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ചൂടി വന്ന് എന്ത് പറഞ്ഞ അമ്മേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കുഴപ്പമില്ല, അവിടെ ചെന്നപ്പോഴത്തേക്കും മരുന്ന് കൊടുത്ത് അപ്പം മാറി എന്ന് പറയാണ്. പിന്നെ ഇനി പുറത്ത് പോകുമ്പോൾ പുറത്തു നിന്ന് ഫുഡ് വാങ്ങിച്ച് മോക്ക് കൊടുക്കല്ലേ എന്ന് ദേവയാനി പറയാണ്. ഇല്ലമ്മേ ഇനി വാങ്ങിച്ച് കൊടുക്കത്തില്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനിയാണെങ്കിൽ ജയനെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോവാണ്. ഈ സമയത്താണെങ്കിൽ ആദർശാണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. എൻ്റെ കയ്യിലൊരു നെക്ലസ് ഉണ്ടല്ലോ. അപ്പോൾ നയന പറയണം പാരമ്പര്യമായിട്ട് അമ്മ തന്ന നെക്ലസ് അത് തന്നെ മുത്തശ്ശി അമ്മയ്ക്ക് കൊടുത്തത് അമ്മ നിനക്ക് തന്ന ആ നെക്ലസ് ഇപ്പം അപ്പച്ചിയുടെ കയ്യില്ല. നീ പോയ സമയത്താണെങ്കിൽ ഇവിടെ അബിയും അപ്പച്ചിയും കൂടെ കയറി നിൻ്റെ നെക്ലസ്സൊക്കെ എടുത്തുകൊണ്ട് പോയെന്ന് പറയാണ്. അയ്യോ ഞാനാണെങ്കിൽ സാധാരണ പോയി കഴിഞ്ഞാൽ റൂം പൂട്ടുന്നതാണ്, ഇന്നും പൂട്ടാൻ വിട്ടുപോയി. അപ്പോൾ ആദർശ് പറയാണ് അതുകൊണ്ട് കള്ളന്മാരെ കൈയോടെ പൊക്കാൻ പറ്റി. മാത്രമല്ല അവരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായി നമ്മളോടൊക്കെ പകയാണ്. അപ്പച്ചി നമ്മളെ മുന്നിൽ അഭിനയിക്കുന്നെങ്കിലും ഉള്ളിൽ നിറച്ച് നമ്മളോട് പകയാണ്. ഇതിനു മുമ്പ് അവർ സ്വർണ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, അതെങ്ങനെ നിനക്ക് ഒന്നിനും കണക്കില്ലല്ലോ എന്ന് ആദർശ് പറയാണ്. അപ്പം നയന പറയാണ് ഞാൻ അങ്ങനെ സ്വർണ്ണം ഉപയോഗിക്കാത്തതുകൊണ്ട് നോക്കത്തില്ല ആദർശേട്ടാ, പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും ഏതൊക്കെ നഷ്ടപ്പെട്ടെന്ന്. നാളെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ആദർശ് പറയാണ് എന്നാൽ നീ വന്ന് കിടക്ക് എന്നും പറഞ്ഞ് അവർ കിടക്കുകയാണ്. അന്നേരം നയന ആദർശിനോട് ചോദിക്കുകയാണ് അവർ മാത്രം എന്താ ആദർശേട്ടാ ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ആദർശ് പറയാണ് അത് അവരെ എടുത്ത് വളർത്തിയത് കൊണ്ട് അവരെ ഭയങ്കരമായിട്ട് കൊഞ്ചിച്ച് മുത്തശ്ശിയും അതുകൊണ്ട് അവർ അടി കൊടുക്കാത്തതുകൊണ്ട് അവരിങ്ങനെ ആയിപ്പോയതാണെന്ന് ആദർശ് പറയാണ്. അങ്ങനെ നേരം വെളുത്ത് ദേവേനയും ജലജയും കൂടെ കിച്ചണിൽ നിന്ന് ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം നയന അങ്ങോട്ട് വന്നിട്ട് പറയാണ് അമ്മേ അപ്പച്ചിയും അബിയും ഇങ്ങോട്ടൊന്ന് വിളിക്കാവോ, ഒരു കാര്യമുണ്ട്. എന്താ മോളെ, അത് എല്ലാവരും കൂടെ വരുമ്പം പറയാം എന്ന് പറയാണ്. അല്ലത് നമ്മൾ മൂടി വെക്കുന്നുണ്ടെങ്കിലും അവരതൊരു അവസരമാക്കി എടുക്കുവാണെന്ന് നയന പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുക എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന്. ഇപ്പം എന്തോ ഒരു കാര്യം ഏട്ടത്തിയാണെങ്കിൽ ജലജെടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അവളിപ്പോൾ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ദേവേനി പറയാണ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അവളാണെങ്കിൽ എൻ്റെ മോളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ പല വഴിയും നോക്കുന്നുണ്ട്. അപ്പം അതിനൊന്നും അടക്കി നിർത്തണ്ടേ, അതിന് വേണ്ടിയാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. പോയി ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് നയനയാണെങ്കിൽ ദേവേനെ പറഞ്ഞു വിടുകയാണ്. അപ്പം ജാനകി പറയുക ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഞങ്ങളിതൊന്നും അറിയുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ നയന പറയാണ് പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്, അതിലൊരു കാര്യം ഇപ്പം ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നതെന്ന് നയന പറയുകയാണ്. ദേവേനി ചെന്ന് ജലജയെടുത്ത് വിളിച്ചോണ്ട് വരികയാണ്. ജലജയെടുത്ത് പറയാണ് താഴേക്ക് വാ, നീ നിൻ്റെ മോനെയും കൂടെ വിളിച്ചോ, എന്താ കാര്യം എന്ന് ജലജ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നീ താഴെ വന്നിട്ട് പറഞ്ഞാൽ പോരെ, ഇപ്പോഴേ പറയണോ, നീ വരത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ വരുന്നുണ്ട്, അവൻ എന്തെങ്കിലും വീണ്ടും പരിപാടി എന്തെങ്കിലും കള്ളത്തരം കാണിച്ചോ എന്ന് ജലജ ചോദിക്കുകയാണ്. അവൻ മാത്രമല്ലല്ലോ പ്രശ്നം, നീയും പ്രശ്നമല്ലേ എന്ന് ദേവേനി പറയുന്നത്. അങ്ങനെ താഴേക്ക് വരാൻ പറഞ്ഞിട്ട് ദേവേനി ഇങ്ങനെ പോരുവാണ്. അങ്ങനെ രണ്ടും കൂടെ താഴോട്ട് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പം എന്നെ പറയുകയാണ് എൻ്റെ ജ്വല്ലറി ബോക്സിലിരുന്ന ഒരു നെക്ലസ് കാണുന്നില്ല, അമ്മ എനിക്ക് തന്നെ ഓർമ്മയുണ്ടോ, പാരമ്പര്യമായി കിട്ടിയ ആ നെക്ലസ് കാണുന്നില്ല എന്ന്
ജലജയെടുത്ത് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും ഒന്ന് ഞെട്ടുന്നുണ്ട്. അതിന് ഞങ്ങളെ എന്തിനാണ് വിളിച്ചേ എന്ന് ജലജ ചോദിക്കുകയാണ്. അത് എനിക്ക് സംശയം അപ്പച്ചിയും അബിയും കൂടെ എടുത്തോന്നാ. അപ്പോഴത്തേക്ക് ജലജ അങ്ങ് ചൂടായി. ഞാൻ എടുത്തോന്നോ? നീ എന്തൊക്കെ ഈ പറയുന്നത്? എനിക്ക് ഈ വീട്ടിലൊരു വിലയില്ലെന്നും പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നെ അടിച്ചേൽപ്പിക്കാൻ നോക്കല്ലേ എന്ന് ജലജ പറയാണ്. അപ്പോൾ അബി പറയാണ്, എന്തിനാ ആവശ്യമില്ലാത്ത പറയുന്നത്? ഈ വീട്ടിൽ ഞങ്ങളുടെ സ്ഥാനം എന്ത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല എന്ന് പറയാണ്. കാരണം ജാനകി പറയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് നീയും നിൻ്റെ മോൻ മാത്രമാണ്. അപ്പോൾ ജലജ പറയാണ്, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയല്ലേ ജാനകി എന്നും പറഞ്ഞു ജാനകിയുടെ നേരെ ചെല്ലിയാണ് ജലജ. ജലജ പറയാണ്, നിനക്ക് എന്തെങ്കിലും തെളിവുണ്ടോ എൻ്റെ പേര് ആരോപിക്കുന്നത്? ഞാനും എൻ്റെ മോനും കൂടെ കയറിയിരുന്നത് നിനക്ക് തെളിവ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നയന പറയാണ്, എൻ്റെ കയ്യിൽ തെളിവുണ്ട്. എന്ത് തെളിവാണ്? ഉണ്ടെങ്കിൽ കാണിക്കുക എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ആദർശ് പറയാണ്, തെളിവുണ്ട് എന്നും പറഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്. ആദർശിനെ കാണുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ ഞെട്ടി നിൽക്കുകയാണ് രണ്ടുപേരും. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? മോൻ എപ്പം വന്ന് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയാണ്, ഞാൻ എപ്പോഴെങ്കിലും വരട്ടെ. അപ്പം ജാനകി ചോദിക്കുകയാണ്, ആദർശ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേവേനി പറയാണ്, അവൻ വന്നിട്ട് 1-2 ദിവസമായി. ഞങ്ങൾ വിചാരിച്ച് അവൻ 2 ദിവസം മാറി നിൽക്കട്ടെ, അവൻ ജയിലിലായെന്ന് വിചാരിച്ച് സന്തോഷിക്കുന്ന പലരുമുണ്ട്, അവർ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച്. ഞാൻ കണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടെ കയറുന്നതും അവിടെ നിന്ന് സ്വർണ്ണം എടുക്കുന്നതും ഞാൻ കണ്ടായിരുന്നെന്ന് ആദർശ് പറയുകയാണ്. അപ്പോൾ ജലജ പറയാണ്, ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ പറയില്ല, എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നത്, തെളിവുണ്ട്, ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ആദർശ് നിൽക്കുകയാണ്. ഇതൊക്കെയാണ് വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.